ഞാനിന്നലെ ഒന്നും ഓർക്കാതെയാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനിക്കായെ എനിക്ക് മിസ് ചെയ്യുന്നു എന്ന് FB-യിൽ ഒരു കുറിപ്പിട്ടത്. ഞാൻ പ്രത്യേകിച്ചൊന്നും ഓർത്തല്ല, വാർത്തയും കണ്ടല്ല. പക്ഷേ അവിചാരിതമായി തിരക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗവർണർ ബില്ലിന് മേലെടുക്കുന്ന നടപടികളെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധി വായിക്കാനിടയായി. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് ആരിഫ് മുഹമ്മദ് ഖായെ മിസ് ചെയ്ത ദിവസം തന്നെ ഇങ്ങനൊരു വാർത്തയും വന്നല്ലോ. അത് തമ്മിലുള്ള ഒരു പൊരുത്തത്തിൻ്റെ സ്വാഭാവികത വെറുതെ ഞാൻ ഓർത്തുപോയി. ഏതായാലും എനിക്ക് മിസ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ പുതിയ ഗവർണർ വന്നതിന് ശേഷം എത്ര ശാന്തമാണ് സംസ്ഥാനം. ആവശ്യമില്ലാത്ത പത്രസമ്മേളനങ്ങൾ, വിരട്ടലുകൾ, വെടിവെപ്പുകൾ, ബഹളങ്ങൾ ഒന്നും കാണാനില്ല. അദ്ദേഹം വളരെ ശാന്തമായി അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം പറയേണ്ട നിലപാട് പറയുന്നു. അവിടം കൊണ്ട് അത് അവസാനിപ്പിച്ച് അദ്ദേഹം രാജ്ഭവൻ്റെ ഇതുവരെയുള്ള സർവീസിൽ അതിൻ്റെ ഒരു മഹത്വമൊക്കെ സൂക്ഷിച്ച് അങ്ങനെ തുടർന്നു പോകുന്നു. പിന്നെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഡൽഹിയിൽ കാണുകയുണ്ടായി. അതിനെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലരും പറയുന്നെങ്കിലും ഒരു പ്രജയെന്നുള്ള നിലയിൽ ഒരാവശ്യമില്ലാത്ത വഴക്കിനും വയ്യാവേലിക്കും ഗവർണർ നടക്കുന്നില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. കാരണം അതിന് നടക്കാൻ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെയുണ്ട്. പണ്ടൊരാൾ ഒരു സംഗതി പറഞ്ഞതുപോലെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മോശമായി ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് കുറച്ച് നാട്ടുകാരും ബന്ധുക്കളും നിങ്ങളെ അറിയാവുന്നവരുമൊക്കെ ഉണ്ട്, അവർ ചിന്തിച്ചോളും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അടിയും വഴക്കും ബഹളവുമൊക്കെ ഉണ്ടാക്കാൻ സാമുദായം പറഞ്ഞും അല്ലാതെയുമൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഫേസ്ബുക്കുണ്ട്, പേജുകളുണ്ട്, പത്രസമ്മേളനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഗവർണറും കൂടി ഇറങ്ങുന്നൊരു കാഴ്ചയായിരുന്നു നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മുനമ്പത്തൊക്കെ പോയി അദ്ദേഹം റോഡിൽ കുത്തിയിരുന്ന് കളഞ്ഞേനെ. എന്തായാലും ബീഹാറിൽ പോയതിന് ശേഷം പുള്ളി വളരെ ശാന്തനാണ്. പിന്നെ പുള്ളിയുടെ ഒരു പ്രസ്താവന ഞാൻ ആകെ വായിച്ചത് ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഒരു പ്രതികരണത്തിനും ബഹളത്തിനും സ്കോപ്പില്ല. കാരണം അവിടെ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അഭ്യാസത്തിൻ്റെ ഒരു സംഗതിയൊന്നുമില്ല. പിന്നെ ഗവൺമെൻറ്റിന് മാറി വന്ന ഒരു തൂക്ക് മന്ത്രിസഭയോ അല്ലെങ്കിൽ സംഗതിയോ ഒക്കെ വന്നാൽ അദ്ദേഹത്തിനൊരു റോൾ എടുക്കാൻ കഴിയും. കാരണം അവിടെ ഇലക്ഷൻ ഇപ്പോൾ 1 വർഷത്തിനകം 7-8 മാസങ്ങൾക്കകം ഉണ്ട് എന്നുള്ളതുകൊണ്ട്. ഞാൻ പറയാൻ വന്നത് അതിനെക്കുറിച്ചല്ല, അത് എനിക്ക് മിസ് ചെയ്തത് ഞാനങ്ങ് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറയാൻ വന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ ഒരു നിർണായകമായ വിധിയാണ്. അതായത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പരമാധികാരം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളടങ്ങുന്ന സർക്കാരെന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് ജനാധിപത്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗവർണർ പ്രഥമ പൗരനാണ്. ഗവർണറിന് ആലങ്കാരികമായി അതിൻ്റെ കറക്റ്റ് വേർഡ്സ് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഒരു ഗൈഡാകാം, ഫിലോസഫറാകാം, വേറൊരു നല്ല വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാനങ്ങ് മറന്നുപോയി, ഓർത്തതാണ്. അങ്ങനെയൊക്കെ ആകാം, നിർദ്ദേശിക്കാം, ഉപദേശിക്കാം. എന്തെങ്കിലും ഒരു ബില്ല് അയക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റി അയക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷേ അതിന് പകരം ഒരു ജനാധിപത്യ സർക്കാർ നിർമ്മാണം നടത്തി വിടുന്ന ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു സംഗതിയെ അകാരണമായി പിടിച്ചു വെച്ച് അധികാരം കാണിക്കുന്ന ഒരു പരിപാടി പാടില്ലെന്നും അതുകൊണ്ട് പരമാവധി 1 മാസത്തിനകം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി അയക്കണമെന്നും ഇനി നിങ്ങൾക്ക് ഗവർണറോട് എന്തെങ്കിലും ഉപദേശം തേടണമെങ്കിൽ അവിടേക്ക് വിട്ടാൽ 3 മാസത്തിനകം ഈ പറയുന്ന ഉത്തരമുണ്ടാകണം എന്നുമാണ് സുപ്രീം കോടതി വളരെ കൃത്യമായി ഷാർപ്പായ ഭാഷയിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. MK സ്റ്റാലിൻ അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ ഒരു ഫൈറ്ററാണ്. MK സ്റ്റാലിൻ്റെ ഗവൺമെൻറ്റാണ് സുപ്രീം കോടതിയിൽ പോയത്. 10 ബില്ലുകളോളം സമയത്ത് കൊടുക്കാതെ കാരണം സൂചിപ്പിക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു കേസ്. അവിടെയാണ് വളരെ ശക്തമായി സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് ഈ കാര്യം പറഞ്ഞത്. ഈ സന്ദർഭത്തിൽ മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആചാര്യ സാർ പറയുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാക്കുമ്പോൾ അത് മുഴുവൻ വായിച്ചു പോകുമ്പോൾ ഈ ഗവർണർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് തന്നെ നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരുടെ ചില ആളുകളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി, ചില ഏമാമാരെ സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അങ്ങനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഒരു ഉപദേശ നിർദ്ദേശത്തിനായിട്ട് ഒരാൾ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള തരത്തിലാണ് അത് കണ്ടതെന്നും അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് മേലുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സംഗതി അല്ല എന്നാണ് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞത്. അതെന്തായാലും വളരെ സ്വാഗതാർഹമായ വിധിയാണ്. അത് തമിഴ്നാടിന് മാത്രമല്ല, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്കും നാളുകളിൽ ഈ ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള ബന്ധം നിർവചിക്കുമ്പോൾ അവിടെ കൃത്യമായി ഇത് ഡിഫൈൻ ചെയ്യുന്നതിന് ഇത് സഹായകരമാകും എന്നതാണ് സത്യസന്ധമായൊരു കാര്യം.